രംഗുണേ, ഒരു ചായക്കുള്ള വല്ല വകുപ്പുണ്ടോ? എന്താ മേലക്കറി കിടക്കുന്നേ? എഴുന്നേറ്റാട്ടെ, ഇതൊക്കെ മടക്കി വെക്കട്ടെ. കിടന്ന് സുഖിക്കുകയാണ്. ഇനി ഒരു പരിപാടിയും കിട്ടുന്ന മട്ടില്ല. വാനിഷിംഗ് ബ്യൂട്ടി പൊളിഞ്ഞ കാര്യം ടൗണിൽ മുഴുവൻ പാട്ടായിട്ടുണ്ടാവും. നമുക്ക് ഈ ടൗൺ വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലോ? താൻ ആദ്യം ഇവിടുന്ന് പോ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പിന്നെ സൗകര്യം പോലെ ആലോചിച്ച് തീരുമാനിച്ചോ. അങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എവിടെ പോവാൻ? ഗുണ്ടകളെ കൊണ്ട് എന്നെ തല്ലി ചതപ്പിച്ചിട്ട് ഇപ്പൊ ഒരു കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാത്ത പരുവത്തിലായില്ലോ ഞാൻ. പോയി വല്ലവന്റെ പോക്കറ്റ് അടിക്കടോ. അതിനും വേണം കുറച്ച് ആരോഗ്യം. ഓടാനും ചിലപ്പോ തല്ലുകൊള്ളാനും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളങ്ങാട് തുക്കടി സാഹിബിന്റെ ജോലിയാ ചെയ്യുന്നത്. ഈ മാജിക് എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടി തന്നെയല്ലോ. മാജിക് എന്ന് പറയുന്നതേ ആൾക്കാരെ പറ്റിക്കലല്ല, അതൊരു കലയാണ്. ആളുകളെ ചിരിപ്പിക്കുക, രസിപ്പിക്കുക, വിസ്മയിപ്പിക്കുക, അതാണ് മാജിക്. എന്തെങ്കിലും ആവട്ടെ. അയ്യോ, ആ പെൺകുട്ടി വല്ലതും കഴിച്ചോ? ആര്? ഇന്നലെ നമ്മുടെ മാജിക് കളിക്കിയ കുട്ടിയെ, ഒരു പാവം കുട്ടി. ഓ, അവളോ? ചെല്ല്, കഴിച്ചില്ലേലും വല്ലതും കൊണ്ടു കൊടുക്ക്. ഇവിടെ വലിയ ഇരിപ്പുണ്ട? ധാരാളം ഉണ്ട്. എന്ത്? പുഴുങ്ങിയ കുറെ തേങ്ങ ഉണ്ട്, എടുത്ത് തരട്ടെ. ഏയ്, അതിന് വലിയ രുചി ഉണ്ടാവില്ല. അതിൽ നല്ലതേ ഈ ഇരിക്കുന്ന ചപ്പ ചവറ സാധനങ്ങളൊക്കെ കൂടി എടുത്ത് പുഴുങ്ങി കൊണ്ട് കൊടുക്കാം. ആ ചേച്ചി ഇവിടെ വന്നോ? ഏത് ചേച്ചി? ഇന്നലെ നമ്മുടെ കൂടെ വന്ന ചേച്ചി. ഇവിടെ വന്നില്ല. ഇല്ലേ? നേരം എടുത്തപ്പോ ആളെ കാണാനില്ല. അയ്യോ, ഇനി അപ്പുറത്തോ അപ്പുറത്തുള്ള വീടുകളോ മറ്റുണ്ടാവോ? എവിടെയില്ല. നന്നായി. കഷ്ടമായി പോയല്ലോ. ഇനിയിപ്പോ എവിടെ പോയി തപ്പും? എന്തിനാ തപ്പുന്നത്? അവള് തനിക്ക് വല്ലതും തരാനുണ്ട്? എന്തായാലും കൂടെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നത്. ആ കുട്ടീനെ അവൻ പിടിച്ച് കല്യാണം കഴിച്ചാലോ? അതിന് തനിക്കെന്താ ചോദിച്ചോ? അങ്ങനെയായോ? വാ കുട്ടി, നമുക്ക് പോയി ചേച്ചി അന്വേഷിക്കാം. അല്ല, ഒന്ന് നിക്കണേ. ഇവിടെ എവിടെയോ ഒരു മെജിഷ്യൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, പ്രൊഫസർ രംഗൂൺ വല. ബുക്കിങ്ങിനല്ലേ? വരൂ. അല്ല, ഒന്ന് കാണാനാ. ഓഹോ, വാ. അല്ല, വരുന്ന വഴി നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടായിരുന്നോ? നല്ല ഉയരത്തിൽ വെളുത്ത് മെലിഞ്ഞിട്ട്. കണ്ടില്ലല്ലോ. ഇല്ലേ? പിന്നെ ഇവിടെ എവിടെ പോയി? വാ. വരൂ വരൂ. ഏയ്, സന്തോഷിക്കണ്ട. ബുക്കിങ്ങിന് വന്നവരല്ല. ഇതാണ് പ്രൊഫസർ. ഞങ്ങൾ വന്നതേ ഇന്നലെ ഷോ കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കൂടെ ഒരു പെൺകുട്ടി വന്നില്ലേ? വന്നു. അവള് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. എവിടെയാ അവള്? ഓ, അപ്പൊ നമ്മളായിരിക്കും അവളുടെ പുറകെ നടക്കുന്ന വില്ലൻ അല്ലേ? വില്ലനോ? ആ കുട്ടി എന്റെ ബന്ധുവാ. അപ്പോ ബന്ധുവില്ലൻ. മിസ്റ്റർ, തടി വേണമെന്നുണ്ടെങ്കിൽ വേറെ സ്ഥലം വിട്ടോ. എന്തിനാടോ തന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണെ താൻ കെട്ടാൻ നടക്കുന്നത്? അവളിപ്പോ ഇവിടെ ഉണ്ടോ? അവൾ അവക്ക് സൗകര്യമുള്ള സ്ഥലത്തുണ്ട്. പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. പ്ലീസ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. വിട്ടു തരില്ല. വരട്ടെ വരട്ടെ. ആ കുട്ടി നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇന്നലെ അവള് കാരണം എന്റെ ഷോ പൊളിഞ്ഞു. ഒരു നഷ്ടപരിഹാരം എന്ന നിലയിൽ ഒരു 1000 രൂപയും തന്നെ. അവൾ എവിടെ ഉണ്ടെന്ന് പറയൂ. രൂപ എന്നാ പറയാം. ഞങ്ങള് രൂപയൊന്നും കൊണ്ടുവന്നില്ല. എന്നാ നേരം കളയാതെ സ്ഥലം 1 ലക്ഷം രൂപ തന്നാല് ആ കുട്ടിയെ തന്റെ കൂടെ അയക്കില്ല. പോടോ പോടോ പോടോ. അവളെവിടെയുണ്ട്? എനിക്കറിയോ. ആളെ കാണാത്തോണ്ടല്ലേ അയക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞത്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? ഒരു പെണ്ണിന്റെ പുറകെ കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങിക്കോളും. പെൺകോന്തൻ. എന്നാലോ പെൺകുട്ടി ഇപ്പൊ എവിടെ ഉണ്ടാവും? കുട്ടി അറിഞ്ഞോ? പ്രൊഫസർക്ക് ഒരു ഉഗ്രം പരിപാടി കിട്ടി. പിന്നെ നല്ലൊരു തുക അഡ്വാൻസ്. വാനിഷിംഗ് ബ്യൂട്ടി കലങ്ങിയതോടെ എല്ലാം അവസാനിച്ചു കരുതിയതാ. പക്ഷെ ഒന്നും അവസാനിച്ചില്ല. കുട്ടി വരുന്നോ? അയ്യോ, പെട്ടി കയറാനല്ല. ആ പരിപാടി പ്രൊഫസർ നിർത്തി. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് ഞങ്ങൾ മാത്രമായിട്ട് കലക്കിക്കോളാം. ഇന്ന് 1-2 ഐറ്റം ഞാനും വീശാൻ പോവാ. അപ്പൊ വന്നിട്ട് കാണാം. സമയമില്ലേ? ചുമ്മാ എല്ലാം റെഡിയാണോ? അല്ലേ? റെഡിയാണ്. ബാക്കി രൂപ ഇന്റർവെല്ലിൽ തരുമല്ലേ? മൈക്ക് ടെസ്റ്റ് ചെയ്തോ? ഇല്ല. എന്നാ ടെസ്റ്റ് ചെയ്യേ. അയ്യോ, ഇവിടെ നിൽക്കാൻ പാടില്ല. എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. ഹലോ ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. നല്ല ബേസ് പറഞ്ഞോളൂ. സുഹൃത്തുക്കളെ, കലാപ്രേമികളെ, ഹൃദയമധുരമായ ഒരു സായനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ലോക പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ രംഗൂൺ വലയും സംഘവും അവതരിപ്പിക്കുന്ന
മായാജാല പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. പ്രദർശന അവസാനം വരെ കൊച്ചുകുട്ടികൾ കരയാതെയും ബഹളമുണ്ടാക്കാതെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രൊഫസർ രംഗൂൺ വാല ദ ഗ്രേറ്റ്, ഗ്രേറ്റർ ദാൻ ദ ഗ്രേറ്റസ്റ്റ്. ഓഡിയൻസ് ഇല്ലേ? സാരമില്ല, തുടങ്ങിക്കോളൂ. ആ, എല്ലാരും ഒന്ന് കേറിക്കോട്ടെ സാർ. ദയവായി പുറത്തു നിൽക്കുന്ന കാണികൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണം. പരിപാടി തുടങ്ങി കഴിഞ്ഞു. അതിന് പുറത്താരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാനുണ്ടല്ലോ കാണാൻ. അയ്യോ, അതെങ്ങനെയാണ് സാർ? ആളുകളുടെ കയ്യടിയും ബഹളം ഉണ്ടായാലും ഞങ്ങൾക്കൊരു ഹരം ഉണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടിയാ പോരെ? അത് മാത്രം പോരല്ലോ സാർ. മതി, അത് മതി. മാത്രമല്ല, നിങ്ങളുടെ അധിക നമ്പറുകളൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ പെട്ടിയിൽ നിന്നും പെണ്ണിനെ പുറത്തുകൊണ്ടിരുന്ന നമ്പറില്ലേ, അതൊന്ന് മാത്രം മതി. ഓ, വാനിഷിംഗ് ബ്യൂട്ടി. പേരെനിക്കറിയില്ല. അതെ, വാനിഷിംഗ് ബ്യൂട്ടി. പക്ഷെ ആ പരിപാടി കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ല സാർ ഞങ്ങള്. അതെന്താ? ഞങ്ങളുടെ പെട്ടി പോയി, അതുകൊണ്ട് പെണ്ണിനെയും കൊണ്ടുവന്നില്ല. അയ്യോ, അത് കാണിക്കാതെ ഒക്കുകയല്ലോ. കാണിക്കാൻ നിവൃത്തിയില്ലല്ലോ സാർ. കാണിക്കടാ. അയ്യോ, എന്ത്? ആ പെണ്ണിനെ കാണിക്കാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒക്കുകയല്ല. അന്ന് സ്റ്റേജിൽ വെച്ച് നിങ്ങളുടെ കൂടെ കൂടിയ പെണ്ണ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആരെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സാർ. കള്ളം പറയുന്നു. ദേ, പോക്കറ്റിൽ കാണിക്കരുത്. രവി, ഇനിയും ഞങ്ങൾ ഇടിക്കരുതെന്ന് പറയൂ സാർ. ആ പെണ്ണ് അന്ന് ഞങ്ങളുടെ കൂടെ വന്നു എന്നുള്ളത് നേരാ. പക്ഷെ ഞങ്ങൾ കാണാതെ പിറ്റേന്ന് അവൾ എങ്ങോട്ടോ പോവുകയാണ് ഉണ്ടായത്. ഞാൻ അന്വേഷിച്ചു വന്നപ്പോ ഇവൻ അങ്ങനെയല്ലോ പറഞ്ഞത്. അയ്യോ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സത്യം പറയില്ലല്ലടാ സാർ, പ്ലീസ്. എന്റെ മേജിക്കിനാണ് ഞങ്ങൾ പറയുന്നത്, സത്യമാണ്. നിങ്ങൾക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോടാ? അയ്യോ, ഒരു പരിചയമില്ലേ. അവളെങ്ങനെയോ വന്ന് ഞങ്ങളുടെ പെട്ടി കയറി. അതോടെ ഞങ്ങളുടെ മാജിക്കും പൊളിഞ്ഞു. അങ്ങനെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടില്ല ഒരാൾ വന്ന് ഈ പരിപാടി ബുക്ക് ചെയ്ത്. അയ്യോ, ഞങ്ങൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാമോ സാർ? എന്നിട്ടിപ്പോ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? ഞങ്ങളെ മാത്രമേ സാറ് വിശ്വസിക്കാവൂ. ഓക്കെ, ഇനിയിപ്പോ എവിടെയെങ്കിലും വെച്ച് അവളെ കണ്ടുമുട്ടിയാ നിങ്ങൾ എന്നെ വിവരം അറിയിക്കോ? നിങ്ങളാണോ സാർ അവളെ കല്യാണം കഴിക്കാൻ പുറകിടക്കുന്ന ആള്? കല്യാണോ? എന്ത് കല്യാണം? നിങ്ങളെ അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് സാർ അവളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നത്? ഇത് അവള് പറഞ്ഞു കാണോ? അപ്പോ അവള് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നിങ്ങൾക്കറിയോ, അവള് കാരണം എന്റെ സഹോദരൻ ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സ കഴിയ. എട്ടും പൊട്ടും തിരിയാത്ത അവനെ അവള് മയക്കിയെടുത്തു. അവന്റെ ബാങ്കിലുണ്ടായിരുന്ന വലിയൊരു തുക മുഴുവൻ കുറേശ്ശെ അവള് തട്ടിയെടുത്തു. പാവം, അവനവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അവനെ കെട്ടാമെന്ന് അവള് വാക്കു കൊടുത്തിരുന്ന. ബാങ്കിലെ പണം തീർന്നപ്പോ അവള് കാലുമാറി. പണം പോയതിലല്ല, അവള് നഷ്ടപ്പെട്ടതിൽ അവൻ തകർന്നു പോയത്. നിങ്ങൾക്കറിയാമോ, 4 മാസമായി അവൻ പ്രാന്താശുപത്രിയിൽ ഇരുട്ടറെ കഴിയ. അവിടെ ഒന്ന് കണ്ട രോഗം ഭേദപ്പെടുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ഹോ, ഇത്ര ഭയങ്കരയാണ് അവള്. സംഗതിയുടെ ഗൗരവം ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ ഞങ്ങൾ സഹായിക്കാം സാർ. ആണോ? ആ, എങ്കിൽ എന്ത് പ്രതിഫലം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാ. എന്ത് തന്നെ സാർ? എന്തും. പണമല്ല, എന്റെ സഹോദരനാണ് എനിക്ക് വലുത്. ഈ ഭൂമുഖത്ത് അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ അവളെ കണ്ടുപിടിച്ച് തരാം സാർ. സാറിന്റെ മേൽവിലാസം തരൂ. ആ, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളെ ദ്രോഹിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ, സാരമില്ല സാർ. ഈ ഒരു മാനസികാവസ്ഥയിൽ സാർ ഇത്രയല്ലേ ചെയ്തോളൂ. അവസാനം പറ്റിക്കരുത്. ഒരിക്കലും ഇല്ല. ഞങ്ങൾ സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാ. പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഞാനും ആ കത്തിയെടുത്ത് വരൂലേ? ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്. ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടതു ഭാഗത്തുനിന്നും വലതു ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക. ഒരു മുന്നറിയിപ്പില്ല, അത് ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോവാന്ന് ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടികൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ,
ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്താൽ എത്ര ലക്ഷം ഉറുപ്പ കിട്ടും? എത്രയും കിട്ടും. ഒരു മനുഷ്യനെ സമനില തിരിച്ചു കിട്ടുന്ന കേസല്ലേ? പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ വിളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. അയ്യടാ മാജിക് തേങ്ങ. ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകല്ലേ? കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല. മാജിക് താൻ പോടോ. കഴിഞ്ഞിട്ടുള്ള താൻ പോടോ. അവള് വന്നു പെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്റെ അമ്മാവന്റെ മുളൊന്നുമല്ലോ. എന്തായാലും കിട്ടുന്നില്ല പാതി ഞാൻ എടുക്കും. പകുതിയാക്കണ്ട, മുഴുവൻ എന്തായാലും എടുത്തോ. ആ നിർത്ത്. അല്ല, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ? ആദ്യം പോയി ആ പെണ്ണിനെ കണ്ടുപിടിക്കാം. എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന്, കേട്ടോ? അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി ഈ സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഡേ, എണീ, പോ, പോ. അത് ഞങ്ങളൊരു വഴിക്ക് പോവുക. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലേ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. അടുത്തോ? നിക്ക് ഇവിടെ ഒന്ന് നോക്കാം. ആ, എന്നാ പോവാ. ഇതിന്റെ ആളാണ് മോളെ? ബെല്ലടിച്ചാ വരും. ഓ, ആ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പൊക്കണ്ടല്ലേ? അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ കേറാൻ പറ്റില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. അച്ചോട്ടാ, ആ, വാ. ആ പെണ്ണല്ലേ അത്? ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പോവാം. അയ്യോ, എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്നോ? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിലേൽപ്പിക്കണം. വാ ഇവിടെ, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. ഒന്ന് വിട്ടാട്ട് നേരത്തോർത്ത് പോലീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തണോര് നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട് അതുപോലെ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ആ, ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല. നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കായിരുന്നു. ചേട്ടാ നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടിയിൽ ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പോഴും കീലേരി അച്ഛന്റെ കയ്യിലിടുന്നുള്ള ഓർമ്മ വേണം. ഓ അത് ശരി. അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക? ആ ഭീഷണി ഒന്നുമല്ല. ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ. പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി കിട്ടി തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം. ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ? ഇനി ഒന്നും ആലോചിക്കാനില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. വാ. അല്ല അപ്പഴേ വാ, ചേട്ടൻ ചെല്ല്. പോ, വാ. എന്നാ കേടാ ഇങ്ങോട്ട് വാ. ഒരു പരസ്യം കൊടുക്കേണ്ടിരുന്നു. ആരാതിന്റെ ആള്? അവിടെ നമസ്കാരം. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. ഓ നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ? വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല, താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ. അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല, താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ പറയാം. ഓ അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സാർ ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി.
ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരയിഞ്ച് കാലിഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന. ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും. ഓ മൂപ്പര് വലിയ പരിചയത്തിന്റെ ആളായിരിക്കും. ഇവൻ അച്ചോട്ടാ, വരട്ടെ. കണ്ണാടി റിങ്കു, ദാ പെണ്ണ്. നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ ഇവളാണില്ല അവള്. ഐ, തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല, അങ്ങനെ പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിന് മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ദൈവം എന്ന് ഞാൻ കരുതിക്കോളാം, പോരെ? പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയെങ്കിലും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ വന്നാട്ടെ. ആ. കീലേരി അച്ചുവട്ടൻ മഹാറൗഡിയ. കൈവിട്ടോളൂ, കുട്ടി വരും. ഉം. പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. എന്നെ തന്നെ ഇങ്ങോട്ട് വാടേ. അച്ചോട്ടാ, ഇവിടെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്തെങ്ങനെ നോക്കി പേടിപ്പിക്കണേ? ആ വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? ആ അതെ അതെ, കല്യാണം. അയാളെ പിന്നെ കണ്ടില്ല. ആ, അല്ല കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണം കേട്ടോ. ആ. ആ, അപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ആ, ആ, ഉം. പത്രോഫീസിലാണോ ജോലി? അതെ. ഓ. അല്ല, ഒരാളിനെ കാണാൻ പോയതാ. അല്ല ഈ ചായക്കാരൻ അവിടെ പോയി കിടക്കണേ? ഉം. ഇവൻ ചത്തോ? ഏത് സ്ഥലം? ആ ആ വെള്ളമാരുതില്ലേ? ആ അത് ശരി. അപ്പോ പ്രതിഫലം അപ്പത്തിന് കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ ഓക്കെ. ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അല്ല, അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം. ഇന്ന് എന്റെ പിറന്നാളാ. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് പോവാം. റംഗൂൺ വാലയോട് കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് ഒരേ ഒരു വാക്ക്. അതിനെനിക്ക് ദേഷ്യമില്ലല്ലോ. അതൊന്നും പറ്റില്ല. അമ്പലത്തിൽ വന്നിട്ട് പോയാ മതി. ഛെ, എന്തൊരു കഷ്ടം ഇത്. എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ, അല്ലേ? അതെ. കുട്ടി നടന്നട്ടെ. എന്താ സാർ, അടിക്കരുത്. ഇത് സംഗതി നിങ്ങൾ പറഞ്ഞ കല്യാണം പ്രാന്തൊന്നുമല്ല കേട്ടോ. ആ ജാഫറിന് എനിക്കറിയാം. ഇനി ആ പെണ്ണിന്റെ ശവം നോക്കിയാൽ മതി. പ്രൊഫസർ ചതിച്ചോ? എന്താ ചോട്ടാ? എന്താ
കുഞ്ഞു വന്നോ? പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ. മോളെ ഒന്ന് കാണാനായിട്ട് ഞാൻ മദുരാശിയിൽ നിന്ന് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ദിവസം എത്ര എന്നറിയാമോ? ജാഫറിന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോഴും വരില്ലായിരുന്നു അല്ലേ? എന്താ, നിനക്കെന്നോട് പിണക്കമാണോ? ഇരിക്കൂ. ആ, കുടിക്കാൻ എന്തെങ്കിലും? വാ മോളെ, വാ മോളെ, ചോദിക്കട്ടെ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയും സഹോദരനൊക്കെ സുഖമായിരിക്കുന്നു? ക്ഷമിക്കണം കേട്ടോ, അന്ന് ജാഫറിന് ദേഷ്യം വന്നതുകൊണ്ടാ അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചത്. നേര് പറഞ്ഞാൽ എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നില്ല. മോളെന്തിനെ ഈ പാവത്തിനെ ശല്യപ്പെടുത്താൻ നോക്കുന്നു? പോട്ടെ, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഞാൻ മറക്കാം. ഒരു കോംപ്രമൈസ് അല്ലേ നമുക്ക് നല്ലത്. മോക്കെന്താ വേണ്ടത്? പണം വേണോ? നല്ലൊരു ജോലി വേണോ? പറഞ്ഞോളൂ, ഒക്കെ തരാം. എന്താ ജാഫറെ? അതെ. ആ കടലാസുകളൊക്കെ എവിടെയുണ്ട്? പറയൂ. എന്റെ ഒന്നുമില്ല. അത് കള്ളം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. പത്രക്കാരനെ വിളിച്ച് പറഞ്ഞതല്ലേ മോളെ, എന്തിനാ ചുമ്മാ അങ്കിളിനോട് കള്ളം പറഞ്ഞ് നേരം കളയുന്നത്? പറയൂ, എവിടെയുണ്ട്? പറയൂ. പറയടേ. പറയൂ മോളെ, പറയടി. പെണ്ണുങ്ങളെ തല്ലുന്നത് ഭയങ്കര നാണക്കേടാണ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. പറയടി, എവിടെയാ നീ അത് വെച്ചിരിക്കുന്നത്? പറയാ. അത് ശരി. ഈ കല്യാണം ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മനുഷ്യനെ വടിയാക്കുക. ഈ മനുഷ്യനും തമ്മിൽ ചില മാനുഷിക മൂല്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ച നിങ്ങൾ കരഞ്ഞു പറഞ്ഞപ്പോ ഞങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് പിടിച്ചു തന്നത്, അല്ലാതെ നിങ്ങളെ നക്കാപ്പിച്ച് കണ്ടിട്ടൊന്നുമല്ല. അല്ല, നീ ആരാടാ മോനെ? മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ അതൊക്കെ പോട്ടെ മിസ്റ്റർ, നിങ്ങൾ എന്തിനാ വഴിയിൽ വെച്ച് ഞങ്ങളെ പിടിച്ച് തള്ളിയത്? എനിക്കാണ് തോന്നി. അങ്ങനെ തോന്നിയോ തള്ളുവോ? അങ്ങനെ ഞങ്ങൾ പിടിച്ചെന്ന പെണ്ണിനെ നിങ്ങൾ ഉപദ്രവിക്കണ്ട. ഞങ്ങളിപ്പോ പെണ്ണിനെ കൊണ്ടുപോവുക, പിന്നീട് നിങ്ങൾ പെണ്ണിനെ പിടിക്കുക, കല്യാണം കഴിക്കുക, പ്രാന്താശത്തിൽ കൊണ്ടുപോയി എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്തു നമ്മളെ. പറയുന്നൊക്കെ കാര്യമാണ്, പക്ഷെ പെണ്ണിനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താ അതങ്ങനെയാടാ. മേത്തോട്ട് കളിക്കട്ടോ. കളിച്ചോ നീ? എന്ത് ചെയ്യോടാ? കളിച്ചാലേ ഒന്നും അറിയും. കത്തിയെടുക്കാൻ ലൂസാക്കി തരണ്ടേ? എങ്ങനെങ്കിലും എടുക്ക്. പ്രൊഫസറെ ഒന്ന് കത്തിയിരിക്കുന്നു. നോക്കിക്കാണ്ട് ഞാനോ? ഓട്ടങ്ങൾ അയ്യോ. അച്ഛനെ കഥ നടക്ക്. ഈ കഥ കൊടുക്ക്. ഞാൻ ഇവന് കിട്ടിയത് തന്നെ. ഞാൻ അടുപ്പിച്ചു തരാം. ഇറങ്ങിക്കോളൂ.
കല്ലുമുള്ളൊക്കെ ഉണ്ടാവും, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലല്ലേ. പക്ഷേ ദൈവത്തിന് പോലും അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത ഒരു സ്ഥലാ. കുത്തുമുറി കേസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ അല്ലേ ഒളിച്ചിരുന്നത്. കോരുട്ടി മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ കേട്ടില്ലേ? ഇല്ല. മൂപ്പരുടെ സ്ഥലാ, എന്റെ വലിയ ദോസ്താ. വരി. അയ്യോ, വരൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി എന്തെങ്കിലും ഒരു വിളക്കും ഈ മുറുക്കി വെക്കാവുന്ന അത്യാവശ്യ മരുന്നുകളും എന്തെങ്കിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും സംഘടിപ്പിച്ച് ഉടനെ വരാം. ആ. ആ കത്തി കയ്യിൽ നിന്ന് പോയതാണ് ഇതിനൊക്കെ കാരണം. ഒരിടത്തിരുന്നോളൂ. നമ്മുടെ സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല, അവരവിടെ എത്തും. ശരിയാ, എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ. എന്തിനാണ് അവർ കുട്ടിയെ കൊല്ലാൻ നോക്കുന്നത്? അവർക്ക് എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് സംഭവം?